നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ തീവ്ര വോട്ടർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ നടന്നു വരികയാണ്. എല്ലാ വീടുകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്യൂമറേഷൻ ഫോം ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഫോം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പല വോട്ടർമാർക്കും അതെങ്ങനെ ഫില്ല് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയക്കുഴപ്പത്തിനുള്ള ഒരു സാഹചര്യമില്ല. വളരെ സിമ്പിളായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ആർക്കും, എഴുത്തും വായനയും അറിയാവുന്ന ആർക്കും നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വോട്ടർ പട്ടികയിൽ നമ്മുടെ 2025 പട്ടികയിലെ ആ വിശദാംശങ്ങൾ, വോട്ടറുടെ പേര്, അയാളുടെ ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റി എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റി കാർഡ് നമ്പർ എന്നാണ്. അവരുടെ ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് നമ്പറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ വീട്ടുപേര്, നമ്മുടെ പട്ടികയിലെ സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഫോമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് ആ 2025 പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ഫോമിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോമിൽ എല്ലാ വോട്ടർമാരും ഫില്ല് ചെയ്യേണ്ട ഒരു 9 കാര്യങ്ങളാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ എളുപ്പത്തിൽ പൂരിപ്പിക്കാവുന്ന കാര്യമാണ്. അതിൽ ജനനത്തീയതി, ആദ്യം ചെയ്യേണ്ട ജനനത്തീയതി, അതിനുശേഷം ആധാർ നമ്പർ. അത് ആധാർ നമ്പർ ഓപ്ഷണലാണ്, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി. ആധാർ നമ്പർ, അതിനുശേഷം മൊബൈൽ ഫോൺ നമ്പർ, പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്, പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ തിരിച്ചറിയൽ കാർഡ് നമ്പർ, മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ തിരിച്ചറിയൽ കാർഡ് നമ്പർ, വിവാഹിതനാണെങ്കിൽ പങ്കാളിയുടെ പേര്, പങ്കാളിയുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ. ഇങ്ങനെയുള്ള 9 കാര്യങ്ങളാണ് ആദ്യത്തെ പോർഷനിൽ എഴുതേണ്ടത്. ഇത് എല്ലാ വോട്ടർമാരും പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. ഇതുവരെ വോട്ടർമാർക്ക് സംശയം വരാൻ സാധ്യതയില്ല. അതിനുശേഷം വരുന്ന 2 ഭാഗത്തിലാണ് വോട്ടർമാർക്ക് സംശയം വരാൻ സാധ്യതയുള്ളത്. അത് നമുക്ക് വിശദമായിട്ട് പറയാം. നിലവിലെ ഫോട്ടോ പതിക്കുക എന്നുള്ള ഭാഗം നിർബന്ധമാണോ? അല്ല, അത് നിർബന്ധമല്ല. അപ്പോൾ നമുക്ക് നിലവിൽ നമ്മുടെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടുള്ള ഫോട്ടോ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ കളർ ഫോട്ടോ കൊടുക്കാവുന്നതാണ്. അത് നിർബന്ധമല്ല, അത് വോട്ടറുടെ താല്പര്യമാണ്. ആവർത്തി ചോദിച്ചേക്കുന്ന എപ്പിക് നമ്പർ എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അത് ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റി കാർഡ് നമ്പർ എന്നാണ്. അപ്പോൾ നമ്മുടെ തിരിച്ചറിയൽ കാർഡ്, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് നമ്പറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കടുത്ത് പ്രധാനമായിട്ടും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന 2 പോർഷനാണ്. ഈ 2 വോട്ടർമാർക്ക് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോർഷനാണ് തൊട്ട് താഴെ വരുന്നത്. അതിൽ ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല. ഈ പറഞ്ഞ വോട്ടർ 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വോട്ടറുടെ വിശദാംശങ്ങളാണ്, 2002 വോട്ടറുടെ വിശദാംശങ്ങളാണ് ഇടതുഭാഗത്തുള്ള ആ പോർഷനിൽ എഴുതേണ്ടത്. അവസാനത്തെ SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടറുടെ വിശദാംശങ്ങൾ. ഈ നിലവിൽ നമ്മൾ എന്യൂമറേഷൻ ഫോമുള്ള വോട്ടർ 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അയാളുടെ ആ കാര്യങ്ങൾ ഇടതുവശത്തുള്ള ആ ഭാഗത്ത് എഴുതുക. അതിൽ എഴുതേണ്ട കാര്യം വോട്ടറുടെ പേര്, 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡ് നമ്പർ, ബന്ധുവിൻ്റെ പേര്, അയാളുമായിട്ടുള്ള ബന്ധം, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, അതിനുശേഷം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, പാർട്ട് നമ്പർ, ക്രമനമ്പർ. ഇത്രയുമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇപ്പോൾ പഴയ പല മണ്ഡലങ്ങളും മാറ്റം വന്നിട്ടുണ്ട്, പുതിയ പേരുകളിലായിട്ടുണ്ട്. അപ്പം കൊടുക്കുന്നത് പഴയ മണ്ഡലമായിരിക്കും. അതായത് ഇപ്പം വിവാഹം കഴിച്ചു വന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ അങ്ങനെ സ്ഥലം മാറിപ്പോകുന്ന ആളുടെ പഴയ മണ്ഡലം തന്നെയാണോ മെൻഷൻ ചെയ്യേണ്ടത്? 2002 ഏത്, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ തൃക്കാക്കര നിയോജകമണ്ഡലം മുമ്പ് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമായിരുന്നു. അപ്പോൾ അത് തൃപ്പൂണിത്തുറ ഏതാണോ 2002 ഉണ്ടായിരുന്നത് ആ മണ്ഡലമാണ് എഴുതേണ്ടത്. ഇപ്പോൾ ആര്യനാട് നിയോജകമണ്ഡലം 2002 ആര്യനാട് നിയോജകമണ്ഡലമായിരുന്നു, അത് പിന്നീട് അരുവിക്കര നിയോജകമണ്ഡലമായിട്ട് മാറി. അപ്പോൾ ഇത്തരത്തിലുള്ള 2002 ഏത് നിയോജകമണ്ഡലമായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത്. ഈ ഇടം, വലം, കോളങ്ങൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ടതുണ്ടോ? അത് വോട്ടർക്ക് ഗുണകരമായിട്ടുള്ള 2 ഫീൽഡാണ്. അതായത് നമ്മുടെ ഈ ഒരു ഭാഗം 2002 പട്ടികയുമായിട്ട് നമുക്ക് മാപ്പ് ചെയ്ത് വരുന്ന വോട്ടർമാർക്ക് പിന്നീട് നമുക്ക് ഹിയറിങ്ങിനൊന്നും ഹാജരാകാതെ തന്നെ അന്തിമ പട്ടികയിൽ ഇടം പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് 2002 പട്ടികയിൽ വോട്ടറുടെ ബന്ധുവോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിശദാംശങ്ങൾ ഈ താഴെ പറയുന്ന ഫീൽഡിൽ എഴുതി പോകുന്നതാണ് വോട്ടർക്ക് കുറച്ചുകൂടെ സഹായകരമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വോട്ടറുടെ 2002 ഒരു വോട്ടർ ഒരു ഷീല എന്ന് പറയുന്ന ഒരു വോട്ടർ 2002 ഒരു വോട്ടറായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ ആദ്യ ഭാഗത്ത് അവരുടെ 2025 പട്ടികയിലുണ്ടായിരുന്ന മറ്റ് വിശദാംശങ്ങളെല്ലാം ആദ്യ ഭാഗത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം അവർ എഴുതേണ്ട പോർഷൻ ഇടതുവശത്തുള്ള ആ ഫീൽഡാണ്. ആ ഫീൽഡിൽ നമ്മൾ ആദ്യം വോട്ടറുടെ പേര് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം 2002 പട്ടികയിൽ ഇവരുടെ എപ്പിക് നമ്പർ, തിരിച്ചറിയൽ കാർഡ് നമ്പർ എന്തായിരുന്നോ അത് എഴുതുന്നു. അതിനുശേഷം ഈ പറഞ്ഞ വോട്ടറുടെ ബന്ധുവിൻ്റെ പേര്, വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന, അപ്പോൾ ഷീല എന്ന് പറയുന്ന ആ സ്ത്രീയുടെ
ഭർത്താവിൻ്റെ പേരാണ് 2002 പട്ടികയിൽ ബന്ധുവിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ ആ പേര് നമ്മൾ ബന്ധുവിൻ്റെ കോളത്തിൽ എഴുതുന്നു, ബന്ധുവിൻ്റെ പേര്. അത് ഭാസ്കരൻ എന്ന് നമ്മൾ എഴുതി. ഇനി ഈ പറഞ്ഞ ആ ഷീല എന്ന് പറഞ്ഞ ആ വോട്ടറും ബന്ധുവിൻ്റെ പേര് എഴുതിയ ഭാസ്കരൻ തമ്മിലുള്ള റിലേഷൻ ആണ് അടുത്ത് എഴുതേണ്ടത്. ഭർത്താവ് എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി ഇവരുടെ ജില്ല എഴുതുന്നു. ജില്ല എറണാകുളം എന്ന് എഴുതി. സംസ്ഥാനത്തിൻ്റെ പേരാണ് അടുത്ത കോളം. നമ്മൾ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് രേഖപ്പെടുത്തി. ഇനി നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എഴുതുന്നു. അത് നമ്മൾ എറണാകുളം മണ്ഡലം, നിയോജകമണ്ഡലം എറണാകുളം എന്ന് എഴുതി. ഇനി നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അത് എത്രയാണെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് സാങ്കല്പികമായിട്ട് അതൊരു 75 എന്ന് രേഖപ്പെടുത്തി. അടുത്ത് അതിലെ ഏത് ബൂത്തിലാണ് ഈ വോട്ടർ 2002 ഉണ്ടായിരുന്നത്, ഇപ്പോൾ 100ാമത്തെ ബൂത്തിലെന്ന് എഴുതി. ഇനി ആ പട്ടികയിൽ എത്രാമതായിട്ട് ഇവരുടെ ക്രമനമ്പർ എത്രയാണെന്ന് രേഖപ്പെടുത്തണം. അത് നമ്മൾ 750 എന്ന് രേഖപ്പെടുത്തി. ഇത്രയും വിശദാംശങ്ങൾ എഴുതി ഒപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വോട്ടറെ സംബന്ധിച്ചിട്ടുള്ള 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ വോട്ടറെ സംബന്ധിച്ചിട്ടുള്ള എന്യൂമറേഷൻ ഫോം ഫില്ലിംഗ് പൂർത്തിയായി. ഈ വലതുവശത്തെ കോളത്തിൻ്റെ പ്രാധാന്യം പറയാം. ഈ നമ്മൾ എഴുതിയ വോട്ടറുടെ മകനോ മകളോ അവർ 2025 പട്ടികയിലുണ്ട്, പക്ഷേ 2002 പട്ടികയിൽ അവരില്ല. അപ്പോൾ അത്തരം കേസുകൾ ഇപ്പോൾ മകൻ്റെ പേര് നമ്മൾ ബിജു എന്ന് പേരിട്ടു. അപ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് എഴുതാൻ അപ്പോൾ നമുക്ക് ഈ 2002 പട്ടികയിലുള്ള ഈ പറഞ്ഞ ഷീല എന്ന് പറഞ്ഞ സ്ത്രീയുടെ മകൻ ബിജു എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരാണ് നമ്മൾ സാങ്കല്പികമായിട്ടുള്ള ഒരു വോട്ടറുടെ വിശദാംശങ്ങളാണ് വലതുവശത്തെ രേഖയിൽ എഴുതുന്നത്. അപ്പോൾ ആ അതിൽ വോട്ടറുടെ പേര് എഴുതേണ്ടത് അവിടെ ആ 2002 പെട്ട, അതായത് നമ്മുടെ വോട്ടറെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും മുകൾ ഭാഗത്ത് എഴുതി. അയാളുടെ റിലേഷൻ ടൈപ്പിലുള്ള അച്ഛനോ അമ്മയോ ആരാണോ 2002 പട്ടികയിലുള്ളത് അവരുടെ വിശദാംശങ്ങളാണ് ഈ വലതുവശത്ത് താഴെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വോട്ടറുടെ അമ്മ ഷീല എന്ന് പറയുന്ന ആ അമ്മയുടെ വിശദാംശങ്ങൾ വെച്ചിട്ടാണ് അത് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വലതുവശത്തുള്ള ഭാഗത്ത് എഴുതേണ്ടത് പേരെന്ന് എഴുതുന്നത് ഷീല എന്ന് തന്നെയാണ് എഴുതുന്നത്. ഇനി ഷീലയുടെ 2002 തിരിച്ചറിയൽ കാർഡ് നമ്പർ എഴുതി. ബന്ധുവിൻ്റെ പേര് ഹസ്ബൻഡിൻ്റെ പേര് തന്നെയാണ് അവിടെ എഴുതേണ്ടത്, ഭാസ്കരൻ എന്ന് എഴുതി. ഇനി ഈ പറഞ്ഞ വോട്ടറും നമ്മളിവിടെ ആരുമായിട്ടാണോ മാപ്പ് ചെയ്തത് അയാളും തമ്മിലുള്ള ബന്ധമാണ് തൊട്ട് താഴെയുള്ള ബന്ധത്തിൻ്റെ കോളത്തിൽ എഴുതേണ്ടത്. അപ്പം ഷീലയും മകൻ എന്നുള്ളൊരു ബന്ധമാണ് വരുന്നത്. അപ്പം മാതാവ് എന്നുള്ള ആ ഒരു റിലേഷൻ ടൈപ്പ് എഴുതി. അതായത് നിലവിൽ നമ്മൾ മുകളിൽ പറഞ്ഞ വോട്ടറുടെ മാതാവാണ് ഷീല, ആ ഒരു റിലേഷൻ ടൈപ്പ് എഴുതി. പിന്നെ ജില്ല എറണാകുളം എഴുതി. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് എഴുതി. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എറണാകുളം എഴുതി. ശേഷം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, അപ്പോൾ ആ നമ്പരെല്ലാം 2025 ഈ പറഞ്ഞ വോട്ടറുടെ നമ്പർ തന്നെയാണ്. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ 75, ഭാഗം നമ്പർ 100, ക്രമ നമ്പർ 750. അപ്പോൾ ആ വോട്ടർക്ക് ഈ ഇടതുവശത്തുള്ള കോളം പൂരിപ്പിക്കേണ്ടതില്ല, പകരം വലതുവശത്ത് അവരുടെ അമ്മയുടെ ഡീറ്റെയിൽസ് എഴുതി. അപ്പോൾ ഈ പറഞ്ഞ വോട്ടർ നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ ഷീല എന്ന അമ്മ 2002 പട്ടികയിലുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഈ വോട്ടറും മാപ്പിംഗ് പൂർത്തിയാക്കി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് മറ്റ് രേഖകളൊന്നും ഹാജരാക്കാതെ തന്നെ അന്തിമ പട്ടികയിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് നിലവിൽ ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥയുണ്ടോ? ഇല്ല, അത് അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. അപ്പോൾ നമ്മൾ നിലവിൽ ഈ എന്യൂമറേഷൻ ഫോം ഇപ്പോൾ നിലവിൽ ഗൾഫിലേക്ക് പോയ ആൾക്കാരുടെ പേര് ഈ 2021 പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് ആ എന്യൂമറേഷൻ ഫോം ഈ വോട്ടറുടെ ഇപ്പോൾ പ്രവാസി വോട്ടറാണെങ്കിൽ അയാളുടെ വീട്ടിൽ ഈ ഫോം എത്തിക്കും. ആ ഫോം എത്തിക്കുമ്പോൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഈ വോട്ടർ തന്നെ, ഗൾഫിലുള്ള വോട്ടർ തന്നെ വേണമെന്നില്ല, ആ കുടുംബത്തിലെ വോട്ടവകാശമുള്ള മറ്റാർക്കെങ്കിലും ഒരാൾക്ക് ആ ഫോം ഈ പ്രവാസിക്ക് വേണ്ടി ഫില്ല് ചെയ്ത് BLO ഏൽപ്പിക്കാവുന്നതാണ്. അത്തരത്തിൽ ഒപ്പിട്ട ഫോം തിരിച്ചു നൽകുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ വോട്ടർമാരും നമ്മുടെ പട്ടികയുടെ ഭാഗമായിട്ട് വരികയും ചെയ്യും. മാത്രമല്ല ഈ പ്രവാസി വോട്ടർക്ക് ഗൾഫിലിരുന്ന് ഓൺലൈനായിട്ട് വേണമെങ്കിലും ECI പോർട്ടലിൽ നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരു പൊതുവായിട്ടുള്ള സംശയമുള്ളത്, ഇപ്പോൾ പേരിൽ മാറ്റം വരാം. ചിലപ്പോൾ വോട്ടേഴ്സ് ഐഡിയിലുള്ള പേരായിരിക്കില്ല ആധാർ കാർഡിലുണ്ടാവുക. അപ്പോൾ ഇതിലേതാണ് നമ്മൾ കൊടുക്കേണ്ടത്? നിലവിൽ നമ്മൾ 2025 പട്ടികയിലുള്ള പേര് വെച്ചിട്ട് നമ്മൾ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഈ കരട് പട്ടിക വന്നതിന് ശേഷം നമുക്ക് കറക്ഷനുള്ള അവസരം ഫോം നമ്പർ 8 വെച്ചിട്ട് കറക്ഷനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഏത് പേരാണോ നിലനിർത്തേണ്ടത് ആ പേരിലേക്ക് നമുക്ക് പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റും. മുൻപ് പറഞ്ഞാൽ ബന്ധുവിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ 2002 വോട്ട് ചെയ്ത ഒരാൾ നിലവിൽ ജീവനോടെ ഇല്ലെങ്കിൽ നമുക്ക് അയാളെ ഇത്തരത്തിൽ പേര് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? നമ്മളിപ്പോൾ നിലവിൽ ഒരു റിലേഷൻ ടൈപ്പിൽ 2002 ഉള്ള ഒരാൾ ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിപ്പില്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ 2025 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഒരു റിലേഷൻ ടൈപ്പ് നമുക്ക് ഇവിടെ കാണിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ 2002 പട്ടികയിൽ നമ്മളെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു പ്രയാസം വോട്ടർമാർ നേരിടുന്നുണ്ട്. അപ്പോൾ അത് എളുപ്പവഴിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും.
അതിൽ നിലവിൽ വോട്ടേഴ്സ് സെർച്ച് SIR 2002 എന്നുള്ള പോർട്ടലിൽ നമ്മളെ അത് സെർച്ച് ചെയ്യുകയും, അപ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ വരുന്ന ഫീൽഡിൽ ആദ്യം ജില്ല കൊടുക്കുക. 2002 ഡീറ്റെയിൽസാണ് പറയേണ്ടത്. 2002 ജില്ല മാർക്ക് ചെയ്യുക. അതിനുശേഷം നിയോജക മണ്ഡലം മാർക്ക് ചെയ്യുക. നിയോജക മണ്ഡലം മാർക്ക് ചെയ്തതിന് വരുന്ന ശേഷം താഴെ വരുന്ന ഫീൽഡിൽ ഒന്നുകിൽ നമുക്ക് വോട്ടറുടെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ വീട്ടുപേര് വെച്ച് വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ നിയോജക മണ്ഡലത്തിലെ ഈ സമാനമായിട്ടുള്ള പേരിലുള്ള മുഴുവൻ വിശദാംശങ്ങളും ബൂത്ത് നമ്പർ 1 തുടങ്ങി ഏറ്റവും അവസാനം വരെയുള്ള ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് വോട്ടർക്ക് അയാളുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അപ്പോൾ വോട്ടർക്ക് തന്നെ മൊബൈൽ ഫോണിലൂടെ 2002 അവർ വോട്ടർ പട്ടികയിൽ ഏത് ഭാഗത്തായിരുന്നു, അവരുടെ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ അത് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു സൗകര്യവും വോട്ടർമാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ നമ്മുടെ ബൂത്തുകളിലും ഈ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് BLO വരുന്നത് വരെ വേണമെങ്കിലും കാത്തിരിക്കാതെ ഈ ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴി വോട്ടർമാർക്ക് ഈ ഫോമുകൾ തിരിച്ച് ഏൽപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് 2002 വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വോട്ടർക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലെ ഈ വോളണ്ടിയേഴ്സ് അത് കൃത്യമായിട്ട് കണ്ടെത്തി ഈ ഫോം ഫില്ല് ചെയ്യാനുള്ള സഹായവും വോട്ടർമാർക്ക് നൽകും. അപ്പോൾ ആരും ആശങ്കപ്പെടാതെ ഈ ഫോം പൂരിപ്പിക്കാനും കൃത്യമായിട്ട് BLOമാർക്ക് തിരിച്ചേൽപ്പിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു.